നമസ്കാരം, ഇത് IBN മലയാളം. രക്ഷാപ്രവർത്തനം നടത്തിയതിന് കേന്ദ്ര സേനയ്ക്ക് പണം നൽകേണ്ടതുണ്ടോ? എങ്കിൽ കേന്ദ്ര സേനയ്ക്ക് പണം നൽകേണ്ട ആവശ്യമില്ല. കരസേന പണം വാങ്ങാറുമില്ല. വ്യോമസേനയുടെ ചെലവ് മാത്രമാണ് ഇപ്പോൾ അറിയിച്ചത്. കരസേന ചെലവായ തുക അറിയിക്കാറേയില്ല. അവരുടെ ചെലവിൽ ഉൾപ്പെടുത്തുക മാത്രമാണ് പതിവ്. സൈനികേതര ആവശ്യങ്ങൾക്ക് ചെലവ് വരുന്ന ഓരോ രൂപയും കൃത്യമായി രേഖപ്പെടുത്തും. ഇത് പ്രകാരമുള്ള കണക്കുകളാണ് കേരളത്തെ അറിയിച്ചതെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ആക്ഷേപമുണ്ടെങ്കിൽ 30 ദിവസത്തിനകം പ്രതിരോധ മന്ത്രാലയത്തെ അറിയിക്കണം. വ്യോമസേന ഡിഫൻസ് അക്കൗണ്ട്സ് കൺട്രോളറാണ് എയർലിഫ്റ്റിംഗിന്റെ ചെലവുകൾ കണക്കാക്കുന്നത്. ചെലവുകൾ കണക്കാക്കുന്ന ഡിഫൻസ് അക്കൗണ്ട്സ് കൺട്രോളറിന്റെ മുകളിൽ പ്രിൻസിപ്പൽ കൺട്രോളറും കൺട്രോളർ ജനറൽ ഓഫ് ഡിഫൻസ് അക്കൗണ്ട്സും പാർലമെന്ററി സമിതിയുമുണ്ട്. ഇവരുടെ എല്ലാം പരിശോധനയ്ക്ക് കണക്കുകൾ നൽകണം. പുറമെ ആഭ്യന്തര ഓഡിറ്റുമുണ്ട്. ദുരന്ത മേഖലയിലേക്കുള്ള നേതാക്കളുടെ യാത്രകളും സേനയുടെ ചെലവിനത്തിൽ ഉൾപ്പെടും. രക്ഷാദൗത്യത്തിനും VIP യാത്രയ്ക്കും ആകാശ നിരീക്ഷണത്തിനും സേനാ കോപ്റ്ററുകൾ ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടാൽ നൽകാറുണ്ട്. വ്യോമസേന തിരുവനന്തപുരത്ത് നിന്നും നാവികസേന കൊച്ചിയിൽ നിന്നുമാണ് കോപ്റ്ററുകൾ വിട്ടു നൽകുക. 1 ലക്ഷം രൂപ വരെ ബിൽ നൽകുമെങ്കിലും കേന്ദ്ര സംസ്ഥാന പണമിടപാടിൽ കുറവ് വരുത്തുന്നതാണ് പതിവ്. സ്വകാര്യ ഹെലികോപ്റ്ററിന് 18% GST ഉണ്ട്. സേനാ കോപ്റ്ററുകൾക്ക് നികുതി നൽകേണ്ട. ദുരന്തകാലത്തെ രക്ഷാദൗത്യങ്ങൾക്ക് വ്യോമസേനയ്ക്ക് 132.62 കോടി ചിലവുണ്ടായെന്ന് പ്രതിരോധ മന്ത്രാലയം കേരളത്തെ അറിയിച്ചത് നടപടിക്രമം മാത്രമാണ്. ഇത്തരം ബില്ലുകൾക്ക് സംസ്ഥാനം പണം നൽകേണ്ടതില്ല. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള പണമിടപാടിൽ ക്രമീകരിക്കുകയാണ് പതിവ്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.